ഉപ്പുതറയിൽ നാലംഗ കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം. മൈക്രോ ഫിനാൻസ് വായ്പ ഉൾപ്പെടെ നൽകുന്നതിൽ സർക്കാർ മാനദണ്ഡമിറക്കണമെന്നും നിവേദനത്തിൽ പറയുന്നു. മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമിയാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത്. ധനകാര്യ സ്ഥാപനങ്ങളുടെ ജീവനക്കാരുടെ ഭീഷണിയിൽ മനംനൊന്താണ് നാലംഗ കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തത്. ഉപ്പുതറ 9 ഏക്കർ MC കവലയ്ക്ക് സമീപം പാട്ടത്തമ്പലം സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ എന്നിവർ മക്കളായ ദേവന്തിയ എന്നിവരെ കൊലപ്പെടുത്തിയ ശേഷം മനംനൊന്താണ് ആത്മഹത്യ ചെയ്തത്. ഇവരുടെ മരണത്തിനു പിന്നിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ഭീഷണിയാണ്. ഇവരുടെ മരണം സമൂഹ മനസാക്ഷിയെ മരവിപ്പിച്ചിരിക്കുകയാണ്. വേദനാജനകമായ ഇവരുടെ മരണത്തിൽ മനംനൊന്താണ് ഡോക്ടർ ഗിന്നസ് മാടസ്വാമി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത്. ഈ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നിവേദനം. സാമ്പത്തിക ബാധ്യത കാരണം ഉപ്പുതറയിലെ നാലംഗ കുടുംബം ആത്മഹത്യ ചെയ്തത് വളരെയധികം വേദനാജനകമാണ്, അതിദാരുണവുമാണ്. ഈ വിഷയത്തിൽ കടുത്ത നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും കാരണവശാൽ തിരിച്ചടവ് മുടങ്ങിയതിൻ്റെ പേരിൽ ഭീഷണികൾ ആരെങ്കിലും മുഴക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് എടുക്കുന്നതോടൊപ്പം തന്നെ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. പൊതുവേ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പ്രദേശത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തിരിച്ചടവ് മുടങ്ങിയാൽ നിയമപരമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം അവർക്കെതിരെ അല്ലെങ്കിൽ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് നിയമലംഘനമാണ്. അതുകൊണ്ട് തന്നെ പൊതുവായിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം സർക്കാർ ഇറക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ നിവേദനം നൽകിയിരിക്കുകയാണ്. സമൂഹത്തിൽ ഇത്തരം ഭീഷണികൾ ധാരാളമായി ഉണ്ടാകുന്നുണ്ട്. ഭീഷണിയിൽ മനംനൊന്ന് ചിലർ മരണം തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു ചിലർ നാടുവിടുന്നു. ഇതിന് കാരണം യാതൊരു മാനദണ്ഡവുമില്ലാതെ മൈക്രോ ഫിനാൻസുകളും ധനകാര്യ സ്ഥാപനങ്ങളും വായ്പ നൽകുന്നതാണ്. അതിനാൽ വായ്പ അനുവദിക്കുന്നതിൽ സർക്കാർ പൊതു മാനദണ്ഡം പുറത്തിറക്കണമെന്നും ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെപ്പറ്റി അന്വേഷിക്കണമെന്നും മാടസ്വാമി നിവേദനത്തിലൂടെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.